all, welcome back to my spoken English class. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ആണ്, ആണോ, അല്ല, അല്ലേ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ ആയിരുന്നു, ആയിരുന്നോ, ആയിരുന്നില്ല, ആയിരുന്നില്ലേ എന്നെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാസും വേറും യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ടെൻസസ് പഠിച്ചുകൊണ്ടൊന്നുമല്ല ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഓരോരോ ഗ്രാമർ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് എങ്ങനെ പറയാം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയാണ്, അവൻ പോവുകയായിരുന്നു. അവൻ പോവുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. അവൻ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഹി ഈസ് ഗോയിങ് എന്നാണ്. എന്നാൽ ഈ ഈസിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ് ആണ്. വാസ് ഓർ വേർ. വാസ് സിംഗുലറിൻ്റെ കൂടെ യൂസ് ചെയ്യും, വേറെ പ്ലൂറലിൻ്റെ കൂടെ യൂസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പം അവൻ പോവുകയായിരുന്നു, ഹി വാസ് ഗോയിങ്, ഹി വാസ് ഗോയിങ്. ഇനി ഞാൻ പോവുകയായിരുന്നു എന്നാണെങ്കിൽ അവിടെ സബ്ജക്റ്റ് മാറി അല്ലേ. ഞാൻ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ, അതായത് ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് വാസ് എന്ന ഓക്സിലറിയാണ്. ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കായുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിച്ച സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്നത് ഏതാണ്? ആ എന്നുള്ള ഓക്സിലറിയാണ്. എന്നാൽ ആയിരുന്നു എന്ന് പറയുമ്പം നമ്മൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് വാസ്. ഓക്കെ, അപ്പോൾ ഞാൻ പോവുകയായിരുന്നു, ഞാൻ പോവുകയായിരുന്നു, ഐ വാസ് ഗോയിങ് അല്ലേ. ഇനി അവൻ കഴിക്കുകയായിരുന്നു, അവൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇത് പറയുന്ന ഏറ്റവും ഒരു വലിയ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അവൻ കഴിക്കുകയായിരുന്നു, ഹി വാസ് ഈറ്റിംഗ്, ഹി വാസ് ഈറ്റിംഗ്. അപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ടുള്ള വെർബുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു കാര്യം കൂടി പറയാം. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, അതിനുശേഷം വാസ് ഓർ വേർ, നമ്മൾ ആയിരുന്നു എന്ന് പറയുന്നു. പിന്നെ നമ്മൾ ING ഫോമിലാണ് നമ്മൾ വെർബ് വരേണ്ടത് കേട്ടോ. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് ഈ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവർ കളിക്കുകയായിരുന്നു. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? അവർ. അവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളാണ്. ഇതാണ് നമ്മുടെ പ്ലൂരൽ സബ്ജക്റ്റ്. അപ്പോൾ ഈ പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? വേർ എന്ന് യൂസ് ചെയ്യുക. അപ്പം ദേ വേർ പ്ലേയിങ്. അവിടെ പ്ലേയുടെ കൂടെ ഒരു ING വന്നു. അപ്പോൾ ദേ വേർ പ്ലേയിങ്. എന്നാൽ അത് ഞാൻ അവർ കളിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലേ. മുമ്പത്തെ വീഡിയോ കാണേണ്ട ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ആണ് എന്ന് പറയുമ്പം അവിടെയും പ്ലൂരൽ ചേർത്തിട്ടാണ് നമ്മൾ പറയാറ്. നമ്മൾ ആണ് എന്ന് പറയാനുള്ള പ്ലൂരൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ദേ വേർ പ്ലേയിങ്, ദേ വേർ പ്ലേയിങ് അല്ലേ, അവർ കളിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്കായിട്ടുള്ള ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. ഞാൻ വിളിച്ചപ്പോൾ അവർ കളിക്കുകയായിരുന്നു. ഇതാണല്ലോ ഈ സെൻറ്റൻസിൻ്റെ ഒരു പൂർണ്ണത അല്ലേ. ഞാൻ വിളിച്ചപ്പോൾ അവർ കളിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ മക്കളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ. അപ്പം എങ്ങനെ പറയും? ഞാൻ വിളിച്ചപ്പോൾ അവർ കളിക്കുകയായിരുന്നു. They were playing when I called. ഞാൻ വിളിച്ചപ്പോൾ എന്നാണ്. അപ്പം they were playing when I called. ഇങ്ങനെയാണ് നമ്മൾ പാസ്റ്റിൽ സെൻറ്റൻസ് പറയാറ്. ഇനി ഇതിപ്പോൾ ക്വസ്റ്റ്യൻ ആക്കുകയാണെങ്കിലോ, നീ കളിക്കുകയായിരുന്നോ അല്ലെങ്കിൽ നീ പഠിക്കുകയായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. ഇവിടെയൊക്കെ സബ്ജക്റ്റ് എന്താണ്? നീ എന്നാണ്. അപ്പം നീ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ വേറാണ് യൂസ് ചെയ്യുക. കാരണം അതൊരു പ്ലൂരലായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഏത്? യു എന്ന സബ്ജക്റ്റ്. യു നമ്മൾ സിംഗുലറായിട്ടും പ്ലൂരലായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് നീ എന്ന് പറയാറുണ്ട്, നിങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ വയസ്സിന് മൂത്ത ആളുകളാണെങ്കിൽ അവിടെ നിങ്ങൾ എന്നാണ് നമ്മൾ പറയാറ്. എന്നാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലും നമ്മളവിടെ പറയാറ് എന്താണ്? നിങ്ങൾ എന്നാണ്. അപ്പോൾ ആ യുവിനെ നമ്മൾ, അതുപോലെ ഒരൊറ്റ ആളാണെങ്കിൽ നമ്മൾ പറയും നീ എന്നാണ്. അപ്പോൾ അതെന്താ നമ്മൾ കണക്കാക്കേണ്ടത്? യു എന്ന സബ്ജക്റ്റ് ഒരു പ്ലൂറൽ സബ്ജക്റ്റായിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വേർ. അപ്പം നീ പഠിക്കുകയായിരുന്നോ
എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആൻസറിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു എന്ന് പറയുമ്പം ഐ വാസ് ആണ്. പക്ഷെ ഇവിടെ നീ ആണ് നമ്മൾ ചോദിക്കുക. അപ്പം നീ പഠിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് യു ആകും. അപ്പോൾ നമ്മൾ ഓക്സിലറിയും ആകും. വേറൊരു സെൻറ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. അപ്പോൾ എന്ത് പറയും? വേർ യു സ്റ്റഡിയിങ്, വേർ യു സ്റ്റഡിയിങ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിലറി ഫസ്റ്റിൽ വരും, രണ്ടാമത് സബ്ജക്റ്റ് വരും. ഇതാണ് ക്വസ്റ്റ്യൻ ക്രിയേറ്റിംഗ്. ഓക്കെ, വേർ യു സ്റ്റഡിയിങ്. എന്നാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ സെൻറ്റൻസ് അവർ കളിക്കുകയായിരുന്നോ അല്ലേ, ഞാൻ വിളിച്ചപ്പോൾ അവർ കളിക്കുകയായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഇവിടെ അവർ കളിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു they were playing എന്നാണ്. എന്നാൽ അവർ കളിക്കുകയായിരുന്നോ എന്ന് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? നമ്മുടെ ഓക്സിലറി ആയ വേർ ഫസ്റ്റിലേക്ക് വരും, സബ്ജക്റ്റ് രണ്ടാമത് വരും. were they playing. ഇത്രയും were they playing. പിന്നെന്താ? ഞാൻ വിളിച്ചപ്പോൾ എന്ന് പറയണം. when I called. ഈസി അല്ലേ? അപ്പോൾ were they playing when I called എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ വിളിച്ചപ്പോൾ അവർ കളിക്കുകയായിരുന്നോ? ഇവിടെ ക്വസ്റ്റ്യൻ ആയി മാറും. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ ഉറങ്ങുമ്പോൾ നീ പഠിക്കുകയായിരുന്നോ? ഇവിടെ എന്താ ചോദിച്ചേ? നീ പഠിക്കുകയായിരുന്നോ എന്നാണ് അല്ലേ. അപ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ നീ പഠിക്കുകയായിരുന്നോ, സബ്ജക്റ്റ് നീയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഓക്സിലറി വേർ ആണ്. വേർ യു സ്റ്റഡിയിങ് അല്ലെങ്കിൽ വേർ യു ലേണിംഗ് എന്നൊക്കെ പറയാം. വേർ യു സ്റ്റഡിയിങ്, നീ പഠിക്കുകയായിരുന്നോ ഞാൻ ഉറങ്ങുമ്പോൾ എന്നെങ്ങനെ പറയുന്നത്? കഴിഞ്ഞ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. സോ when I slept, സ്ലീപ്പിൻ്റെ പാസ്റ്റ് രൂപമാണ് slept എന്ന് പറയുന്നത്. അപ്പം when I slept, ഞാൻ ഉറങ്ങുമ്പോൾ were you studying, നീ പഠിക്കുകയായിരുന്നോ? were you studying when I slept. ഓക്കെ, അപ്പം നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ്, സിമ്പിളാണ് നെഗറ്റീവ്. നെഗറ്റീവ് പറയുമ്പോൾ ഞങ്ങൾ കഴിക്കുകയായിരുന്നില്ല, ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നില്ല. ഞങ്ങളാണ് സബ്ജക്റ്റ്. എന്താണ് ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വേറെ കുറച്ച് ആളുകളുമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നില്ല എന്നെങ്ങനെ പറയാ? ഇവിടെ വി സബ്ജക്റ്റ് ആയി വന്നപ്പോൾ നമുക്ക് ഓക്സിലറി വേർ ആണ് വേണ്ടത്. അപ്പോൾ വി വേർ, ആ വേറിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ വി വേർ നോട്ട്, ഞങ്ങളായിരുന്നില്ല eating food, ഭക്ഷണം കഴിക്കുകയായിരുന്നില്ല. എന്നാൽ ആ വേർ നോട്ടിനെ നമുക്കൊന്ന് ഷോർട്ടാക്കി പറയുമ്പോൾ weren't എന്ന് പറയാം. അപ്പം we weren't eating food, ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നില്ല. ഓക്കെ, ഇനി അതിന് ഒന്നുകൂടി നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നില്ല എന്ന് പറയാറുണ്ടല്ലോ. നിങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നില്ല, കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. we weren't eating food when you came. when you came അല്ലേ, നിങ്ങൾ വന്നപ്പോൾ. കഴിഞ്ഞ കാര്യം പറയുമ്പോൾ അവിടെ എപ്പോഴും നമ്മൾ എന്താ പാസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം we weren't eating food when you came. ഓക്കെ, അവൾ വെള്ളം കുടിക്കുകയായിരുന്നില്ല, അവൾ വെള്ളം കുടിക്കുകയായിരുന്നില്ല. എങ്ങനെ പറയാ? സബ്ജക്റ്റ് അവളാണ് അല്ലെ, സിംഗുലർ ആണ്. അപ്പോൾ അവൾ വെള്ളം കുടിക്കുകയായിരുന്നില്ല. ഷീ വാസ് നോട്ട് ഡ്രിങ്കിങ് വാട്ടർ. ഷീ വാസ് നോട്ട് ഡ്രിങ്കിങ് വാട്ടർ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ വെർബിൻ്റെ കൂടെ ing നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഷീ വാസിൻറ്റ് അല്ലെങ്കിൽ ഷീ വാസ് നോട്ട്, വാസ് നോട്ടിനെ ഷോർട്ടാക്കുമ്പോഴാണ് വാസിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷീ വാസിൻറ്റ് ഡ്രിങ്കിങ് വാട്ടർ, അവൾ വെള്ളം കുടിക്കുകയായിരുന്നില്ല. ഞാൻ നോക്കുമ്പോൾ അവൾ വെള്ളം കുടിക്കുകയായിരുന്നില്ല. എന്താ പറയുക? ഷീ വാസ് അല്ലേ, അവളായിരുന്നില്ല എന്നാണ്. അപ്പം ഷീ വാസിൻറ്റ് ഡ്രിങ്കിങ് വാട്ടർ when I looked. ലുക്ക് നോക്കുക എന്നാണ്. അപ്പം ലുക്ക്ഡ് അല്ലേ, അതിൻ്റെ പാസ്റ്റ് ലുക്ക്ഡ് എന്നാണ്. അപ്പം ഷീ വാസിൻറ്റ് ഡ്രിങ്കിങ് വാട്ടർ when I looked. ഇങ്ങനെ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ആയിരുന്നില്ലേ എന്ന് പറയാറുണ്ട് അല്ലേ, ആയിരുന്നില്ലേ.
നീ ആയിരുന്നില്ലേ. ക്വസ്റ്റ്യൻ നെഗറ്റീവാണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നീ ആണ് സബ്ജക്റ്റ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റിൽ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി, നമ്മളെ ഓക്സിലറിയെ ഫസ്റ്റ് കൊണ്ടുവന്നു, സബ്ജക്റ്റ് രണ്ടാമത് വന്നു. സെയിം ആണ് ഇവിടെയും വേണ്ടത്. പക്ഷേ നമ്മുടെ നെഗറ്റീവ് ഓക്സിലറി അതിനെ തന്നെ എടുത്തിട്ട് ഇങ്ങോട്ടില്ല, ഫസ്റ്റ് ഇല്ല. weren't you അല്ലെങ്കിൽ were not you, നീ ആയിരുന്നില്ലേ. നീ ഹോസ്പിറ്റലിലായിരുന്നില്ലേ. weren't you at the hospital. സിമ്പിളാണ്. വേറെ വെർബിലൊന്നും മാറ്റം വരുത്താല്ല. നമ്മൾ സബ്ജക്റ്റ് രണ്ടാമത് വരും, ഫസ്റ്റിൽ ഓക്സിലറി വരും, അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. നീ പാടുകയായിരുന്നില്ലേ. നീ പാടുകയായിരുന്നില്ലേ. weren't you singing. അവൾ കുളിക്കുകയായിരുന്നില്ലേ. എന്താ പറയാ, wasn't she bathing അല്ലേ, wasn't she bathing. അവൾ കുളിക്കുകയായിരുന്നില്ലേ. അവൻ എഴുതുകയായിരുന്നില്ലേ. എന്നെങ്ങനെ പറയാ, അവൻ എഴുതുകയായിരുന്നില്ലേ. അവനാണ് സബ്ജക്റ്റ്. wasn't he writing. wasn't he writing. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അരുൺ വായിക്കുകയായിരുന്നില്ലേ. അരുൺ വായിക്കുകയായിരുന്നില്ലേ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സിമ്പിളാണ്. അരുൺ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇല്ലേ എന്ന് പറയുമ്പം നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക കേട്ടോ. അരുൺ വായിക്കുകയായിരുന്നില്ലേ. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തിയും, ഈ പ്രവൃത്തിയെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത് കേട്ടോ. എടുത്തിട്ട് അതിനെ ഇതുപോലെ സെൻറ്റൻസ്, ഇപ്പോൾ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോ, ഷോർട്സ് അല്ല, ഒരു വലിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആണ്, ആണോ, അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിക്കാം. അതുപോലെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഞാൻ തന്ന സെൻറ്റൻസും കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിൽ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ വർക്കുകളാണ്, ഈ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ലൈവ് ക്ലാസ് കണ്ടിട്ട് അതിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഞാൻ ആൻസർ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിന് നോട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും. അതൊന്ന് കണ്ട് നോക്കുക. അപ്പോൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരിലേക്ക് ഇരുന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.